ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയത്. ജനറൽ സർവീസ് സീറ്റ് കവർ മാറ്റാനുണ്ട്, അതേപോലെ സെൽഫ് വർക്കിംഗ് അല്ല. ഇത്ര കേസാണ് മെയിനായിട്ട് പറയാനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലടക്കം ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓയിൽ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് കേട്ടോ. ചെറിയതായിട്ട് അളവുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിലും കൂടി നമ്മൾ മാറ്റുന്നുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. കമ്പനി ലൈനർ കിടക്കണം, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ തന്നെയാണ് കേട്ടോ. ഹബിന് വേറെ പറയത്തെ കംപ്ലൈൻറ്റ് ഇല്ല. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെക്ക് ചെയ്തു. ചെയിൻ പുതിയ ചെയിനാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ചെയിനൊന്ന് ടൈറ്റ് ചെയ്തിടാം, കുറച്ച് ഓയിൽ കൊടുക്കാനായിട്ട് ആ രീതിയിൽ എടുക്കാം. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരും കേട്ടോ. എഞ്ചിൻ ഓയിൽ നമ്മൾ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവ് കാരണം ഊറ്റി നോക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുത്തി അഴയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർ വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ മോട്ടറിൻ്റെ കാർബണൊക്കെ മാറ്റി ഒന്ന് സർവീസ് ചെയ്തെടുക്കണം. സെൽഫ് മോട്ടർ കാർബൺ തീർന്നതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു. ബാറ്ററി 2025 ബാറ്ററിയാണ്. നമുക്ക് മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെയാണ്, അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്, വലിയ പഴക്കമായിട്ടില്ല. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എന്തെങ്കിലും കൂട്ടത്തേക്കൂടെ പ്ലഗും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ബ്രാക്കറ്റ് കാലിപ്പർ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. കോൺസെപ്റ്റിൻ്റെ ഭാഗത്തായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് ഫോർക്കിന് ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഫോർക്കിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പ് ചെക്ക് ചെയ്യുമ്പോൾ പൈപ്പിന് ചെറിയൊരു സ്ക്രാച്ചസ് ഉള്ളത് കൊണ്ട് നമ്മളത് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർക്ക് പൈപ്പ് മാറ്റേണ്ടി വരും. അപ്പോൾ പരമാവധി യൂസ് ചെയ്യുക. ഉപയോഗിച്ചതിന് ശേഷം കൂടുതലായിട്ട് ലീക്കേജ് വരുന്ന സമയത്ത് അഴിക്കുക. മാറ്റുമ്പോൾ നമ്മൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിൻ്റെ ഓയിൽ സീലും ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റി സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി യൂസ് ചെയ്തതിന് ശേഷം നമുക്കത് തീരെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. ഇത് അത്യാവശ്യം ലീക്കേജ് കാണിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ലീക്കേജ് വരും, കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അഴിച്ച് 2 ഫോർക്ക് പൈപ്പും ഓയിൽ സീലും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. നമുക്ക് ജനറൽ സർവീസ് തന്നെയുണ്ട്, എഞ്ചിൻ ഓയിൽ തന്നെയുണ്ട്, അതേപോലെ സെൽഫ് മോട്ടറിൻ്റെസ് ഉണ്ട്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് വാട്ടർ സർവീസും കൂടി ചെയ്തേക്കാം. കാരണം ഞാൻ ഫുൾ അഴുക്കണേ, വണ്ടി എനിക്കൊന്നും കഴുകാതെ നല്ലൊരു കറ പിടിച്ച പോലത്തെ ഇതാണ്. അപ്പോൾ അത് പോകുമെന്ന് അറിയില്ല. ഈ ഭാഗത്തൊക്കെ അത് ഇതാണ് ശരിക്കും. അത് പോകുമെന്ന് അറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിടാം. അത് അല്ലെങ്കിൽ ക്ലിയർ കോട്ടിങ്ങോ കറ പോലെ പിടിക്കുന്നതാണത്. പിന്നെ പോകാൻ ബുദ്ധിമുട്ടായി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പോകുന്നുള്ള ദിവസം ഉറപ്പ് പറയല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണേ. ഓക്കെ.